Hi friends, welcome back to my YouTube channel. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വയർലെസ് നെറ്റ്വർക്കിങ്ങിലെ ബേസിക് ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. എന്താണ് വയർലെസ് നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ബേസിക് സെല്ലുലാർ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ഫിക്സഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ PSTN എന്താ, MSc എന്താണ്, ബേസ് സ്റ്റേഷൻ എന്താ. സോ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണാം, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. കുറേ ടെർമിനോളജീസ് ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ഞാൻ എപ്പോഴും അത് പറയണമെന്നില്ല, ഞാൻ ഷോർട്ട് ഫോമിലായിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് നമുക്ക് പറയണത്, അല്ലെങ്കിൽ കോഡ്ലെസ് ടെലിഫോൺ നെറ്റ്വർക്ക്. കോഡ്ലെസ് ടെലിഫോൺ നെറ്റ്വർക്ക്സ് ബേസ്ഡ് ഓൺ അനലോഗ് ടെക്നോളജി. അതിൽ യൂസ് ചെയ്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ അനലോഗ് ടെക്നോളജി ആയിരുന്നു. അതുപോലെ തന്നെ ഓൾ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ സിസ്റ്റം യൂസസ് FM മോഡുലേഷൻ. FM മോഡുലേഷൻ ഫ്രീക്വൻസി മോഡുലേഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കോഡ്ലെസ് ടെലിഫോൺ യൂസസ് എ സിംഗിൾ ബേസ് സ്റ്റേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ സിംഗിൾ പോർട്ടബിൾ ടെർമിനൽ. ഇപ്പോൾ കോഡ്ലെസ് ടെലിഫോൺ ആണെങ്കിൽ എ സിംഗിൾ ബേസ് സ്റ്റേഷൻ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ സിംഗിൾ പോർട്ടബിൾ ടെർമിനൽ. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാവും കോഡ്ലെസ് ടെലിഫോണിന്, അതുപോലെ തന്നെ ഒരു സിംഗിൾ പോർട്ടബിൾ ടെർമിനലും ഉണ്ടാവും. A typical example of first generation cellular telephone system is Advanced Mobile Phone Service AMPS system used in the United States. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ ആണ് അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ സർവീസസ് AMPS സിസ്റ്റം യൂസ്ഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ AMPS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആർക്കിടെക്ചറാണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഓൾ ഫസ്റ്റ് ജനറേഷൻ യൂസസ് എ ട്രാൻസ്പോർട്ട് ആർക്കിടെക്ചർ ഷോൺ ഇൻ ദ ഫിഗർ. So communication signal between mobile base station and MSc in the first generation networks are look like this. So there is a mobile user, and in between the MSc and mobile user there is a base station. So this is already we have discussed in the previous section also. So mobile user നും MSc ക്ക് ഇടയ്ക്ക് ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ MSc എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. MSc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ സിറ്റിംഗ് സെൻറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ മൊബൈൽ യൂസറും ബേസ് സ്റ്റേഷനും ഇടയ്ക്ക് റിവേഴ്സ് ചാനലുണ്ട്, റിവേഴ്സ് ചാനൽ സെറ്റപ്പ് ഉണ്ട്, റിവേഴ്സ് സെറ്റപ്പ് ചാനലുണ്ട്, ഫോർവേഡ് സെറ്റപ്പ് ചാനലും ഉണ്ട്, ഫോർവേഡ് സെറ്റപ്പ് ചാനലും ഉണ്ട്. അപ്പോൾ റിവേഴ്സും ഫോർവേഡും കണക്ഷൻ ഉണ്ട് മൊബൈൽ യൂസറും ബേസ് സ്റ്റേഷനും തമ്മിൽ. പിന്നെ ബേസ് സ്റ്റേഷനും MScയും തമ്മിൽ വോയിസ് സർക്യൂട്ട്സ് ആണ്. വോയിസ് മാത്രമേ ബേസ് സ്റ്റേഷനും MSc തമ്മിൽ അതാക്കുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കലി ട്രാൻസ്പോർട്ട് ആർക്കിടെക്ചർ ഓഫ് ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫിഗർ ഷോസ് എ ഡയഗ്രാം ഓഫ് ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ റേഡിയോ നെറ്റ്വർക്ക് വിച്ച് ഇൻക്ലൂഡ്സ് ദ മൊബൈൽ ടെർമിനൽ, ബേസ് സ്റ്റേഷൻ ആൻഡ് MSc. ഇൻ ഫസ്റ്റ് ജനറേഷൻ സെല്ലുലാർ നെറ്റ്വർക്ക് the system controls for each market resides the MSc, which maintains all mobile related information and controls each mobile handoff. അപ്പോൾ MSc എന്ന് വെച്ചാൽ ഓരോ മൊബൈൽ ഹാൻഡ് ഓഫ് കൺട്രോൾ ചെയ്യും, മൊബൈൽ റിലേറ്റഡ് ഇൻഫർമേഷൻസും അതേപോലെ കൺട്രോൾസ് മൊബൈൽ ഹാൻഡ് ഓഫ്. ആൻഡ് ബേസിക്കലി ബേസ് സ്റ്റേഷൻ, മൊബൈൽ യൂസർ ആൻഡ് MSc. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്കിൻ്റെ ഡയഗ്രാമത്തിലെ ബേസിക് പാർട്സ് എന്ന് പറയുന്നത്. ആൻഡ് റേഡിയോ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ MSc ഓൾസോ പെർഫോംസ് ഓൾ ദ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് കോൾ ഹാൻഡ്ലിംഗ്, പ്രോസസ്സിംഗ്, ബിൽഡിംഗ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ വിത്തിൻ ദ മാർക്കറ്റ്. അപ്പോൾ MSc ആണ് ആ മാർക്കറ്റിലുള്ള സിസ്റ്റം, ആ മൊത്തത്തിൽ ആ ഒരു കൺട്രോള്, ആ ഒരു മാർക്കറ്റിലെ മൊത്തം കൺട്രോള് ഏറ്റെടുക്കുന്നത്. ആൻഡ് MSc ഈസ് ഇന്റർ കണക്റ്റഡ് വിത്ത് PSTN വൈ എ ലാൻഡ് ലൈൻ, ട്രങ്ക് ലൈൻസ് ഓർ ട്രങ്ക്സ് ആൻഡ് എ ടാൻഡം സ്വിച്ച്. MSc is also connected with the other MSc via dedicated signaling channel and for example for exchange location validation and call signaling. For example നമുക്ക് ഈ ഫിഗറിനകത്ത് നോക്കിയാൽ തന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സെല്ലുലാർ റേഡിയോ സിസ്റ്റം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് MSc1 ആണ്. MSc1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പോർട്ടബിൾ, നമ്മുടെ കയ്യിലൊരു കോർലെസ് ടെലിഫോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പോർട്ടബിൾ ടെലിഫോണിനകത്ത് നമ്മുടെ ബേസ് സ്റ്റേഷൻ ബേസ് സ്റ്റേഷൻസ് ഇതാണ് അടുത്ത ബേസ് സ്റ്റേഷൻ. ഇതിനിടയ്ക്കാണ് നമ്മുടെ മൊബൈൽ യൂസേഴ്സ് വരുന്നത്. യൂസർ ബിക്കംസ് എ റോമർ. പിന്നെ യൂസേഴ്സ് ബിക്കം എ റോമർ എപ്പോഴാണ് നമ്മൾ വേറെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ വേറൊരു മാർക്കറ്റിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ MSc കണക്ട് ചെയ്യുന്ന PSTN കണക്ട് ചെയ്തിട്ടുണ്ട്, PSTN MSc2 ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ PSTN2ഉം MSc2ഉം MSc1ഉം തമ്മിൽ ഒരു പ്രത്യേക കണക്ടിവിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകം കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് വഴിയൊക്കെ ആയിരിക്കും. ആ ഒരു മെത്തേഡാണ് SS7 എന്ന് പറയുന്നത്.
അപ്പോൾ ഇതുവഴിയാണ് MSc1ഉം MSc2ഉം കണക്റ്റ് ആയിരിക്കുന്നത്. MSc1ഉം MSc2ഉം കണക്റ്റ് ആയിരിക്കുന്നത് SS7 വഴിയാണ്. അപ്പോൾ ഈ ഒരു ഇതിലുള്ള മൊബൈൽ യൂസർ അടുത്ത ജോഗ്രഫിക്കൽ റീജിയൻ എത്തിയപ്പോൾ വേറെ MSc, ആ ഓരോ MScക്കും HLR ഉണ്ട്, ഒതൻറ്റിക്കേഷൻ ഉണ്ട്, VLR ഉണ്ട്. അപ്പോൾ HLR എന്ന് പറയുന്നത് ഹോം ലൊക്കേറ്റർ രജിസ്റ്റർ, VLR എന്ന് പറയുന്നത് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, AUC എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ സെൻറ്റർ. അപ്പോൾ ഓരോ MScയിലും മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിനകത്തും ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഹോം MSc ഡാറ്റാബേസ് വെച്ചിട്ട് ഒരു ഡാറ്റാബേസാണ്. അപ്പോൾ നമ്മളൊരു യൂസർ ഈ ഒരു ലൊക്കേഷനിൽ വന്നു, ഈ ജോഗ്രഫിയിൽ വന്നപ്പോൾ ഇതിൻ്റെ അണ്ടറിലുള്ള MSc ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ അത് ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ അതിനെ രജിസ്റ്റർ ചെയ്യും, ഓൾറെഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററിൽ ചെയ്യും. അതുപോലെ ഓരോ ടൈമിലും ഇത് ഒതൻറ്റിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇതാണ് MSc1. അതാണ് ഒരു ഓവറോൾ ഡയഗ്രാം. സോ ഈ ഡയഗ്രാം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എക്സാമിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഫിഗറിനകത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ PSTN ഈസ് എ സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഫ്രം SS7 സിഗ്നലിംഗ്. സോ PSTNും SS7 സിഗ്നലിംഗ് തമ്മിൽ ഒരു ബന്ധമല്ല. നമ്മൾ MSc1ഉം MSc2ഉം തമ്മിൽ MSc1ഉം MSc2ഉം തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് SS7 വരുന്നത്. ഈ PSTN MScയും MSc2ഉം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ SS7 ആയിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. In modern cellular telephone system, a long distance voice traffic is carried on a PSTN, but the signaling information used to provide call setup and inform MSc about a particular user is carried on the SS7 നെറ്റ്വർക്ക്. അപ്പോൾ PSTN നമ്മൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വോയിസ് ട്രാഫിക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദ സിഗ്നലിംഗ് ഇൻഫർമേഷൻ യൂസ് ടു പ്രൊവൈഡ് call setup and to inform the MSCs about a particular user is carried upon the SS7 നെറ്റ്വർക്ക്. അപ്പോൾ പർട്ടിക്കുലർ യൂസർ SS7 നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ യൂസർ കോളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സിഗ്നലിംഗ് യൂസ് ചെയ്യുന്നത്, SS7 സിഗ്നലിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് അനലോഗ് സ്പീച്ച് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് low rate data transmission between the base station and mobile user. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിന് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് സ്പീച്ച് ആയിരുന്നു, അതുപോലെ ഇൻഎഫിഷ്യൻ്റ് ആണ്, ലോ റേറ്റ് ആണ്, ഡാറ്റ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻ ആൻഡ് മൊബൈൽ യൂസർ ഇത്രയും ചീപ്പ് എന്നുവെച്ചാൽ ഒരു ഇൻഎഫിഷ്യൻറ്റും അനലോഗ് സ്പീച്ചും പിന്നെ വെരി ലോ ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത ജനറേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ however the speech signaling are digitized using a standard time division to multiplex format for transmission between the base station and the MSc, and are always digitized for the distribution from the MSc to PSTN. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്കിനകത്ത് സ്പീച്ച് സിഗ്നൽസ് യൂഷ്വലി ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട് യൂസിങ് എ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട്. time division multiplex formatil and transmitted between base station and the MSc, and are always digitized for distribution from MSc to PSTN. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുക SS7 സിഗ്നൽ നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹോം MSc, വിസിറ്റർ MSc. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മൂവിങ് ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ബേസ് സ്റ്റേഷനുണ്ട്, നമ്മളുടെ MSc ആണ്, വിസിറ്റർ ലോഗ് രജിസ്റ്ററും പിന്നെ TDN അസൈൻഡ് IS41. ഇതൊന്നും ഒരു ആൽഗോരിതം അല്ലെങ്കിൽ എന്താ പറയുക പ്രോട്ടോക്കോൾ. അപ്പോൾ PSTNും ഇതുമായിട്ട് MSc കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോം ലൊക്കേഷൻ രജിസ്റ്ററുണ്ട്, ഇവിടെ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്ററുണ്ട്, ഇത് SS7 സിഗ്നൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ പോകുന്നത്, കസ്റ്റമർ പ്രൊഫൈൽ അല്ലെങ്കിൽ അസൈൻഡ് TDN. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്ലോബൽ സെല്ലുലാർ നെറ്റ്വർക്ക് ഈസ് റിക്വയർഡ് ടു കീപ് ട്രാക്ക് ഓഫ് ഓൾ മൊബൈൽ യൂസേഴ്സ് ദാറ്റ് ആർ രജിസ്റ്റേർഡ് ഇൻ ഓൾ മാർക്കറ്റ് ത്രൂ ഔട്ട് ദി നെറ്റ്വർക്ക് സോ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോർവേഡ് ഇൻകമിംഗ് കോൾസ് ടു റോമിംഗ് യൂസേഴ്സ് അറ്റ് എനി ലൊക്കേഷൻ ത്രൂ ഔട്ട് ദി വേൾഡ്. When a mobile user's phone is activated but not involved in a call, it monitors the strongest control channel in the vicinity. അപ്പോൾ ഒരു ഗ്ലോബൽ സെല്ലുലാർ നെറ്റ്വർക്ക് എപ്പോഴും നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ അതിൻ്റെ സിം നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അത് കോൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നോക്കില്ല, അത് എപ്പോഴാണ് വേറൊരു ലൊക്കേഷനിൽ പോയി നിൽക്കുന്നത് ആ ടൈമിൽ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അത് കോൾ ആക്ടിവേറ്റ് ഫോൺ ആക്ടിവേറ്റ് അല്ലെങ്കിൽ പോലും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ when the user roams into a new market covered by a different service provider, the wireless network must register the user in a new area and cancel its registration with the
previous service provider so that the calls may be routed to the roamer as it moves through the coverage areas of different MSC. അപ്പോൾ ഡിഫറെൻറ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ പ്രീവിയസിലുള്ള രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും, പുതിയ റോമിംഗ് ഏരിയയിലോട്ട് അതിൻ്റെ രജിസ്റ്റർ ചെയ്യും. എന്നാൽ മാത്രമേ നമ്മൾ കോൾ വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അണ്ടിൽ ദ ഏർലി 1990s, US cellular customers that roamed between different cellular systems had to register manually each time they entered a new market during a long distance travel. This required the user to call an operator to request registration. അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ രജിസ്ട്രേഷൻ മാറ്റുന്നതിന് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഒരു പുതിയ ലൊക്കാലിറ്റി പോയി കഴിഞ്ഞാൽ അവർക്കിത് ചേഞ്ച് ചെയ്യണം, മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കോൾ ചെയ്യുന്ന ഒരു യൂസർ ടു കോൾ ദി ഓപ്പറേറ്റർ ടു റിക്വസ്റ്റിംഗ് ടു ചേഞ്ച് ദീസ് രജിസ്ട്രേഷൻ. അപ്പോൾ അവർക്ക് ഈ റിക്വസ്റ്റ് കൊടുക്കണമായിരുന്നു ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ദ ഏർലി 1990 US cellular carriers implemented the technology protocol IS41 to allow different cellular systems to automatically accommodate subscribers who roam into their coverage region. ദിസ് ഈസ് കോൾഡ് ഇൻ്റർ ഓപ്പറേറ്റർ റോമിംഗ്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു ഫിഗറിനകത്ത് കൊടുക്കുന്ന IS41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ വേറെ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് അതിന് തന്നെ പോകുന്ന ആൾക്കാർക്ക് ഇതുപോലെ മാനുവലി നമ്മൾ പോയിട്ട് ഒരാളെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് ചേഞ്ച് ആക്കണമെന്ന് പറയുന്നതിന് പകരം ഈ IS41 എന്നൊരു പ്രോട്ടോക്കോള് ഓട്ടോമാറ്റിക്കലി ആ സബ്സ്ക്രൈബറിനെ ഏത് കവറേജ് റീജിയനിലാണോ പോകുന്ന ആ കവറേജ് റീജിയനിലായിട്ട് അക്കോമഡേറ്റ് ചെയ്യും. ഇതിനാണ് ഇൻ്റർ ഓപ്പറേറ്റർ റോമിംഗ് എന്ന് പറയുന്നത്. IS41 allows MSCs of different service provider to pass information about their subscriber to other MSC on demand. അപ്പോൾ IS41 എന്താ ചെയ്യുന്നത്, ഒരു വേറെ MSCന്ന് കറൻ്റ്ലി ഏത് MSCയിലാണുള്ളത് ആ MSCയിലോട്ട് അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യും, അത് ഡിമാൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. സോ IS41 റിലൈസ് ഓൺ എ ഫീച്ചർ ഓഫ് AMPS കോൾഡ് ഓട്ടോണമസ് രജിസ്ട്രേഷൻ. Autonomous registration is a process by which a mobile notifies a serving MSC of its presence and location. അപ്പോൾ autonomous registration എന്ന് വെച്ചാൽ ആ മൊബൈലിനെ which is a mobile notifies a serving MSC എന്ന് വെച്ചാൽ അത് ഏത് MSCനാണ് സെർവ് ചെയ്യുന്നത് ആ MSCനെ അറിയിക്കും ഇന്നൊരു മൊബൈൽ ഇന്ന ലൊക്കേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ പ്രസൻസ് അതിനെ അറിയിക്കും. And the mobile accomplishes this by periodically keying up and transmitting its identity information, which allows the MSC to constantly update its to customer list. സോ ഇതുവഴി നമുക്ക് എന്തൊക്കെ മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നമുക്ക് ഇതുവഴി കിട്ടി. അതിനെ സഹായിച്ചത് IS41 എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ്. ഇതിനെ വിളിക്കുന്നത് ഇൻ്റർ ഓപ്പറേറ്റർ റോമിംഗ് എന്നാണ്. The registration command is sent in the overhead message of each control channel at a 5 to 10 minutes interval and includes a timer value which each mobile uses to determine the precise time at which it should respond to the serving base station with the registration transmission. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ മൊബൈലിനും ഇത്തരത്തെ ടൈം ഗ്യാപ്പിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന MSCയിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. സപ്പോസ് അത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് വേറൊരു ലൊക്കാലിറ്റിയിൽ നിന്ന് വേറൊരു MSCയുടെ അണ്ടറിലാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ എന്ത് ചെയ്യും, അത് ആ ഒരു MSCയിൽ പോയി രജിസ്ട്രേഷനും കംപ്ലീറ്റ് ആകും. സോ ഈച്ച് മൊബൈൽ റിപ്പോർട്ട്സ് ഇറ്റ്സ് MIN and ESN during the brief registration transmission so that the MSC can validate and update the customer list within the market. So the MSC is able to distinguish from home users from roaming users based on the MIN of each active user and maintains a real-time user list in the home location register HLE and the visitor location register VLR as shown in figure. അപ്പോൾ ഇതിനകത്ത് കാണിച്ചതിനകത്ത് ഒരു ഈ AMPSൽ യൂസ് ചെയ്യുന്ന ഇൻ്റർ ഓപ്പറേറ്റർ പ്രോട്ടോക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റോം ചെയ്ത റോമിങ് വഴി ആരാണ് വന്നത് അല്ലെങ്കിൽ ആ ഒരു MSCയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് വന്നത് മാനുവലി അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിറ്റക്ട് ചെയ്ത് അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഇവർ കൊണ്ടുവന്നു. അപ്പോൾ IS41 allows the MSC of neighboring system to automatically handle the registration and location validation of roamers so that users no longer need to manually register as they travel. The visitor system creates a VLR record for each new roamers and notifies the home system via IS41 so that it can update its own HLR.
അപ്പോൾ ഇതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ യൂസർ വിസിറ്റർ വെച്ചാൽ യൂസർ ഹോം ലൊക്കേഷനിൽ നമ്മളെ വിസിറ്റർ MSയിലോട്ട് പോയി. അപ്പോൾ PSTN വഴി കണക്ഷൻ ഉണ്ട്, അതുപോലെ SSM സിഗ്നൽ നെറ്റ്വർക്ക് വഴി കണക്ഷൻ ഉണ്ട്. ഇവിടെ IS41 ഉണ്ട്. അപ്പോൾ IS41 എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഇൻഫോം ചെയ്യും, ഇന്നൊരു സാധനം ഇവിടെ വിസിറ്റർ MSയിൽ ഇത് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും, എന്നിട്ട് അത് റോമിങ്ങിലിടും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതിനെന്ത് ചെയ്യും, റോമിങ്ങിലിട്ടും. അപ്പോൾ അങ്ങനെ ആ ചേഞ്ചസ് നമ്മൾക്ക് മാനുവലി ചെയ്യേണ്ടി വരില്ല, ഓട്ടോമാറ്റിക്കലി IS41 അത് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിലെ വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആണ് വയർലെസ് നെറ്റ്വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വെരി യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന് പോകുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.